Hi dears, welcome back to Fashion Week Designs. Fast moving ആയിട്ടുള്ള പ്ലാറ്റിനം ക്രഷിലാണ് വീണ്ടും വന്നേക്കുന്നത്. പുതിയൊരു ഡിസൈൻ പാറ്റേൺ ആണ്. ഭയങ്കര മൂവിങ് ആണ് പ്ലാറ്റിനം ക്രഷ് ആൻഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു ഫാബ്രിക് ആണ്. ഈ ഒരു ഓണം ടൈമിലും അതുപോലെ ഫംഗ്ഷൻ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക് ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് വന്നത്. ഒരു ബ്ലൂവിഷ് ഗ്രീൻ ഉണ്ട്, പീച്ച് ഉണ്ട്, ഒരു ലാവെൻഡർ പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡ് വരുന്നത്. ഇത് പീച്ച് പിങ്കും ഇത് ഡാർക്ക് പീച്ചും ആണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം. ഒരു സെറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിൽ നിന്നും കമ്പാരിറ്റീവ്ലി റേഞ്ചിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം, യോക്കിൽ മാത്രമേ വർക്ക് കൊടുത്തിട്ടുള്ളൂ. അത് പ്ലാറ്റിനം ക്രഷൻ പ്രീമിയം ഫാബ്രിക് ആണ്. ഗ്ലോസി ഫിനിഷ് ഉണ്ട്. ഇതുണ്ട്, ബാക്ക് സൈഡ് പ്ലെയിൻ വരും. ഈ സിൽവർ ഗ്ലോസി ഫിനിഷ് വരുന്ന ഫാബ്രിക്കിൽ യോക്കിൽ ഇതുപോലെ ഒരു ലക്നവി എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നതും ഒരു സെമി വി ഷേപ്ഡ് നെക്കാണ് കൊടുത്തേക്കുക. ദുപ്പട്ട വരുമ്പം ഇതുപോലെ സ്കാലപ്പ് ബോർഡർ ആണ്. ഇതേപോലെ ലക്നവി എംബ്രോയിഡറി, എന്നിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ഓൾ ഓവർ ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത്. രണ്ട് ബോർഡേഴ്സ് ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ് സ്കാലപ്പ് ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം കളർ സാൻഡൂൺ ഫാബ്രിക്. 1190 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഞാൻ അടുത്ത കളർ ഷെയ്ഡ് വന്നേക്കുന്ന ഒരു വെറൈറ്റി കളറാണ്. ലാവെൻഡർ എന്ന് പറയത്തില്ല, ലാവെൻഡർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ്. ഇതിൽ നിങ്ങൾക്ക് സിൽവർ ഒരു ഗ്ലോസി ഫിനിഷ് കാണാതിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് വിത്ത് സാൻഡൂൺ ഫാബ്രിക് ബോട്ടം. അടുത്ത ഷെയ്ഡ് ഇത് പീച്ച് ആണ്. മുന്നേ കണ്ടതിൽ പിങ്ക് ഹൈലൈറ്റഡ് ആണ്. ഇതിൽ പീച്ച്, എന്തെങ്കിലും ഒരു പിങ്കിന്റെ ബ്ലണ്ട് എന്നാലും ഉണ്ട്. പ്ലാറ്റിനം ക്രഷ് ഇതിന്റെ ഇതുണ്ട്. വിത്ത് നോക്കിയാൽ നല്ല വിത്ത് ഉണ്ട്. നല്ല വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്യാൻ. ആൻഡ് ലെങ്തും അതുപോലെ തന്നെ ഉണ്ട്. വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്കിൽ യോക്ക് പോർഷൻ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ എംബ്രോയിഡറി, അതായത് ഒരു ലക്നോവീസ് എംബ്രോയിഡറി പാറ്റേൺ. ഒരു വൈഡ് ആയിട്ട് നിൽക്കുന്ന സെമി വി ആണ്. ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന വി അല്ല, കുറച്ചും കൂടെ വൈഡ് ആയിട്ട് വരുന്ന ഒരു വി നെക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വർക്ക് വന്നിട്ട് സെയിം പാറ്റേൺ 3 ലെയേഴ്സ് ആയിട്ട് ഇതുണ്ടോ, സ്കാലപ്പ് ബോർഡർ വിത്ത് ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് വന്നിരിക്കുന്നു. സെയിം ടോൺ ടു ടോൺ കളർ ചാർട്ടിലാണ് ടോപ്പ്, ദുപ്പട്ട, ബോട്ടം. ആൻഡ് എംബ്രോയിഡറി വർക്ക് വൈറ്റ് കളർ ഷെയ്ഡിൽ യൂസ് ചെയ്തേക്കുന്നു. 1190 ആണ് പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് കളർ. ഇത് വളരെ ഇപ്പം എല്ലാത്തിലും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതൊരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. ഇതിൽ കുറച്ചുകൂടി ഒരു സീ ബ്ലൂ ഹൈലൈറ്റഡ് ആണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടായിരിക്കും വരിക. നല്ലൊരു ബ്ലൂവിഷ് ഗ്രീൻ, അതായത് സീ ബ്ലൂവിന്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ. ഇതിൽ ചെറിയ ക്രഷ്ഡ് ഫോം ഒക്കെ ഇതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഈ ദിവസങ്ങളെല്ലാം കണ്ട് സെൽഫ് ടോണിൽ ഫുള്ളി വർക്കാണ്, അപ്പം നിങ്ങൾക്ക് ആ ക്രഷ്ഡ് ഫോം കാണത്തില്ല. ഇതിൽ വരുമ്പോൾ കണ്ടോ, ചെറിയതായിട്ട് ഒത്തിരി ഹെവി ആയിട്ടില്ല, ലൈറ്റ് ആയിട്ടാണ് ഇതിൽ ക്രഷ്ഡ് ഫോം വന്നിരിക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വർക്ക് സെയിം വിത്ത് സാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം. ഇതിൽ നമ്മൾ സെൽഫ് ടോണിൽ ഫുള്ളി വർക്ക് അല്ല, കോൺട്രാസ്റ്റ് കളർ വൈറ്റ് ഷെയ്ഡിലാണ് വർക്ക് വന്നേക്കുന്നത്. അത് നമ്മുടെ ലക്നവി വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ലിമിറ്റഡ് കളർ ഷെയ്ഡ്സും ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ഇത് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു പ്ലാറ്റിനം ക്രഷ് എപ്പോഴും എല്ലാവരും ചോദിക്കും കുറച്ചും കൂടെ റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഈ ഫാബ്രിക് വളരെ ഹെവിയാണ്, കുറച്ചും കൂടെ പ്രീമിയം ഫാബ്രിക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേഞ്ച് 1000 എബോ റേഞ്ചിന് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നോക്കാം 1000 ബിലോ റേഞ്ചിൽ നമുക്ക് ആക്കാൻ പറ്റുമെന്ന്. സോ കമ്മിങ് ഡേയ്സ് മിക്സ് ചെയ്യാതെ വീഡിയോസ് കാണുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്